Hello and welcome to the show. This is 1 Minute, 1 Doubt, where we answer your questions on canon law. അച്ഛാ, ഒരു മിനിറ്റ്, ഒരു സംശയം. യാക്കോബായ സഭയിൽപ്പെട്ടവർക്ക് കത്തോലിക്ക സഭയിലെ മാമോദീസായി ജ്ഞാനസ്നാന മാതാപിതാക്കളാകുവാൻ കഴിയുന്നു. കാനോൻ 873 അനുസരിച്ച് കത്തോലിക്ക സഭയിലെ മാമോദീസയിൽ ഒരു ജ്ഞാനസ്നാന പിതാവോ ഒരു ജ്ഞാനസ്നാന മാതാവോ മതിയാകും. എന്നാൽ 2 പേരുണ്ടെങ്കിൽ ഒരു പുരുഷനും സ്ത്രീയുമായി 2 പേർക്കും ജ്ഞാനസ്നാന മാതാപിതാക്കൾ എന്ന നിലയിൽ ഈ കർത്തവ്യം നിർവഹിക്കാവുന്നതാണ്. ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ശരിയായ വിശ്വാസ പരിശീലനം നൽകുക, ക്രിസ്തീയ വിദ്യാഭ്യാസം നൽകുക എന്ന മാതാപിതാക്കളുടെ കടമയിൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ജ്ഞാനസ്നാന മാതാപിതാക്കളുടെ കടമ. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ഒരു കത്തോലിക്ക സഭ വിശ്വാസി ജ്ഞാനസ്നാന മാതാവായോ പിതാവായോ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ 1993 ഡയറക്ടറി ഫോർ പ്രൊമോട്ടിംഗ് ക്രിസ്ത്യൻ യൂണിറ്റി എന്ന രേഖയിലെ നമ്പർ 98 ഇപ്രകാരം പറയുന്നുണ്ട്: കത്തോലിക്ക സഭയും പൗരസ്ത്യ ഓർത്തഡോക്സ് സഭകളും തമ്മിലുള്ള പ്രത്യേകമായ കൂട്ടായ്മയുടെ പശ്ചാത്തലത്തിൽ ഒരു കത്തോലിക്ക മാമോദീസയിൽ ന്യായമായ കാരണമുണ്ടെങ്കിൽ പൗരസ്ത്യ ഓർത്തഡോക്സ് സഭാംഗത്തെ ഒരു കത്തോലിക്ക വിശ്വാസിയോടൊപ്പം തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ആയി നിൽക്കാൻ അനുവദിക്കാവുന്നതാണ്. അതായത് യാക്കോബായ സഭാംഗമായ ഒരു വിശ്വാസിക്ക് ഒരു കത്തോലിക്ക മാമോദീസയിൽ തലതൊട്ടപ്പനോ തലതൊട്ടമ്മയോ ആയി നിൽക്കാൻ സാധിക്കും, പക്ഷേ ഒരു കത്തോലിക്ക സഭ വിശ്വാസിയോടൊപ്പം മാത്രം.